മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാന്റെ അസ്ല് എന്ന് പറഞ്ഞത്. നമ്മക്കോ ഈമാൻ ഉണ്ടാകണമെങ്കിൽ മുത്തുനബിയോട് താല്പര്യം ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട ഘടകം. നമ്മളെ ഈമാൻ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാല് അള്ളാഹുവിനെ വിശ്വാസം വന്നതിന്റെ ശേഷം മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസം വരിക എന്നുള്ളത് ഉണ്ടാവില്ല. മുഹമ്മദ് നബിയെ വിശ്വാസം വന്നതിനാൽ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിനെ വിശ്വാസം വരിക എന്നുള്ളതാണ് ഉണ്ടാവുക. ഖുർആൻ വിശ്വാസം വന്നതിനാൽ മുഹമ്മദ് നബിയെ വിശ്വാസം വരലല്ല ഉണ്ടാവുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് വിശ്വാസം വന്നതിനാൽ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് മനസ്സിലാകലാണ് ഉണ്ടാവുക. എല്ലാ ഈമാൻ കാര്യവും അങ്ങനെ തന്നെയാണ്. ദുനിയാവ് കഴിഞ്ഞാൽ മഹ്ശറ ഉണ്ടെന്ന ഈമാൻ വരണമെങ്കിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന ഈമാൻ വരണം. ഈമാന്റെ അസ്ല് മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.